നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 19 ബുധനാഴ്ച. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. This part of the program sponsored by Tharawad Restaurant, Corinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ്. വുഡ്സൈഡ് എനർജിയുടെ നോർത്ത് വെസ്റ്റ് ഷെൽഫ് ഗ്യാസ് പദ്ധതിയുടെ ദീർഘിപ്പിക്കൽ വേഗത്തിലാക്കുവാൻ അംഗീകാരം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ. താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് ഡട്ടൺ അറിയിച്ചു. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ ഈ പദ്ധതിക്ക് നിലവിലെ സർക്കാരിന്റെ കീഴിൽ കാലതാമസം ഉണ്ടായിരുന്നു. പരിസ്ഥിതി മന്ത്രിയായ ടാനിയ പിപ്ലേസെറ്റ് പരിസ്ഥിതി ആശങ്കകളെ തുടർന്ന് തന്റെ തീരുമാനത്തെ നീട്ടിയിരുന്നു. ക്വീൻസ്ലാൻഡിലെ ഫ്രേസർ കോസ്റ്റിൽ കാറിനുള്ളിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാവിലെ തലേക്കല്ലർ ഡ്രൈവിലെ ഒരു വഴിയാത്രക്കാരനാണ് കാറിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. ശരീരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു. 4 പേർ നടത്തിയ ആസൂത്രിത കൊലപാതകമാണിതെന്നാണ് റിപ്പോർട്ടുകൾ. കൊലയ്ക്ക് പിന്നിലെ കാരണം വ്യക്തമാക്കാൻ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ആൽഫ്രഡിന് ശേഷം ക്വീൻസ്ലാൻഡിലേക്ക് സന്ദർശകരെ തിരികെ ആകർഷിക്കുവാൻ പുതിയ ടൂറിസം ക്യാമ്പയിൻ ലക്ഷ്യമിട്ട് പ്രാദേശിക സർക്കാർ. ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയ കനത്ത നാശനഷ്ടങ്ങൾക്ക് പിന്നാലെ ക്വീൻസ്ലാൻഡിന്റെ തെക്കുകിഴക്കൻ മേഖല സാധാരണ നിലയിലേക്ക് മടങ്ങി തുടങ്ങുമ്പോഴാണ് ടൂറിസം മേഖലയെ കേന്ദ്രീകരിച്ചുള്ള നീക്കം. പ്രദേശത്തിന്റെ വീണ്ടെടുക്കലിനെ സഹായിക്കുന്നതിനായി ഒരു പ്രധാന മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സൺഷൈൻ സ്റ്റേറ്റിലേക്ക് സന്ദർശകരെ തിരികെ കൊണ്ടുവരുവാനും സമ്പദ് വ്യവസ്ഥയിലേക്ക് ദശലക്ഷക്കണക്കിന് ആളുകളെ എത്തിക്കുവാനും ലക്ഷ്യമിട്ട് ബ്രിസ്ബെയിൻ ഫെവേഴ്സ് ദി ബോൾഡ് അടുത്ത ആഴ്ച ആരംഭിക്കും. ന്യൂ സൌത്ത് വെയിൽസിലെ കൊലപാതക നിരക്ക് ഒരു ദശകത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ. NSW ബ്യൂറോ ഓഫ് ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് ഇന്നലെ പ്രസിദ്ധീകരിച്ച 2024 ഡിസംബറിലെ ത്രൈമാസ റിപ്പോർട്ടിൽ 2024 85 പേർ കൊല്ലപ്പെട്ടതായി കണ്ടെത്തി. 46 പുരുഷന്മാരും 26 സ്ത്രീകളും 13 ചെറുപ്പക്കാരും കുട്ടികളും ഉൾപ്പെടെ 85 പേരിൽ 45.9% ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടവരാണ്. ബോണ്ടി വെസ്റ്റ്ഫീൽഡ് കൂട്ടക്കൊല ഉൾപ്പെടെ കഴിഞ്ഞ വർഷം ഒന്നിലധികം പ്രധാന മാരക കുറ്റകൃത്യങ്ങളും നഗരത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അരങ്ങേറിയിരുന്നു. രാജ്യത്തെ വാടക ചെലവിനായി $1,30,000 വാർഷിക വരുമാനം ശരാശരി പൌരന് ചെലവഴിക്കേണ്ടതായി വരുന്നതായി കണക്കുകൾ. 6 അക്ക വരുമാനക്കാർ പോലും തലസ്ഥാന നഗരങ്ങളിലും പല പ്രാദേശിക പ്രദേശങ്ങളിലും അവരുടെ വരുമാനത്തിന്റെ 30% കൂടുതൽ ഭവന ചെലവുകൾ അഭിമുഖീകരിക്കുന്നുവെന്ന് പുതിയ റിപ്പോർട്ട് കണ്ടെത്തി. നാഷണൽ ഹൌസിംഗ് ക്യാമ്പയിന്റെ 2025 പ്രൈസ് ഔട്ട് റിപ്പോർട്ട് കാണിക്കുന്നത് ഒരു യൂണിയന്റെ ശരാശരി ദേശീയ പ്രതിവാര വാടക $556 താഴ്ന്ന വരുമാനമുള്ളവർക്ക് വാടക ചെലവ് നൽകുന്ന സമ്മർദ്ദം കഠിനമാകുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ടാസ്മാനിയയുടെ പനാമ എന്ന് വിളിക്കപ്പെടുന്ന ഫെസ്റ്റിവൽ 2026 നടക്കില്ലെന്ന് സംഘാടകർ വെളിപ്പെടുത്തി. പ്രകൃതി സംബന്ധമായ താഴ്വരയ്ക്കും പരിസര പ്രദേശങ്ങൾക്കും വിശ്രമം നൽകുന്നതിന് വേണ്ടിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി. 1500 പേർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഈ സംഗീതോത്സവം 2014 ആരംഭിച്ചത്. ടാസ്മാനിയയിലെ മരിയോൺ ബേയിലെ ഫാൾഡ് ഫെസ്റ്റിവൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള നിരവധി സംഗീതമേളകൾ ഇത്തവണ നിർത്തിവച്ചിരുന്നു. ഫെഡറൽ MP-ക്ക് നേരെ വധഭീഷണിയും യഹൂദവിരുദ്ധ പരാമർശങ്ങളും നടത്തിയ വിക്ടോറിയൻ പൌരനെതിരെ കേസെടുത്തു. 41 വയസ്സുള്ള പ്രതി ജനുവരി 7 മുതൽ ഫെബ്രുവരി 19 വരെ സോഷ്യൽ മീഡിയ വഴി MP-ക്കെതിരെ ഭീഷണികൾ ഉന്നയിച്ചതായി പോലീസ് കണ്ടെത്തി. തുടർന്ന് മെൽബണിലെ പ്രതിയുടെ വീട്ടിൽ ഇന്നലെ പോലീസ് തിരച്ചിൽ നടത്തുകയും ഒരു ഇലക്ട്രോണിക് ഉപകരണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ പരമാവധി 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയതായി AFP അറിയിച്ചു. സുപ്രീംകോടതി ജസ്റ്റിസുമാർ മണിപ്പൂരിലേക്ക്. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത്. ഈ മാസം 22 നടത്തുന്ന സന്ദർശനത്തിൽ സംഘർഷബാധിത മേഖലകളിലെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലെയും സാഹചര്യം സംഘം നേരിട്ട് വിലയിരുത്തും. കലാപബാധിതർക്ക് നൽകേണ്ട സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാകും. കണ്ണൂർ പാറക്കലിലെ 4 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് 12-കാരിയെന്ന് സ്ഥിരീകരിച്ചു. കണ്ണൂർ പാപ്പിനിശ്ശേരി പാറക്കലിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമ്മൽ ദമ്പതികളുടെ മകൾ
യാസികയാണ് മരിച്ചത്. 4 മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞാണ് കൊലപ്പെടുത്തിയത്. അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും നായകൻ ലിയോൺ മെസ്സിയുടെയും കേരള പര്യടനത്തിന് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക മന്ത്രാലയത്തിന് പുറമെ റിസർവ് ബാങ്കിന്റെയും അനുമതി കിട്ടിയെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വോട്ടർ ഐഡി കാർഡുകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സാങ്കേതികപരമായ ചർച്ചകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിലവിലുള്ള നിയമത്തിനും സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തിനും അനുസരിച്ചായിരിക്കും വോട്ടർ ഐഡി കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കമിടുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഏങ്ങാപ്പുഴയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. യാസിർ എന്നയാളാണ് ഭാര്യ ഷിബിലയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ, മാതാവ് ഹസീന എന്നിവർക്കും വെട്ടേറ്റു. ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ. ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത്. മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത്. ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.